സാധാരണഗതിയിൽ യുവാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിട്ടൊക്കെ വരുന്നു എന്നാണ് വിലയിരുത്തപ്പെടാറ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കാണ് അവർ നിർവഹിക്കാറ്. ഏത് പാർട്ടിയിലും സമൂഹത്തിലും പുതിയ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ ഒരു തിരുത്തൽ ശക്തിയാവുക, രാഷ്ട്രീയത്തെ കുറെ കൂടി കാമ്പുള്ളതാക്കി മാറ്റുക, അതൊക്കെയാണ് പ്രതീക്ഷിക്കുക. എന്നാൽ കുറച്ചു കാലമായി UDF-ൽ യുവ നേതാക്കന്മാരായി ഉയർന്നു വന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ, കാമ്പുള്ളതാക്കി മാറ്റുന്ന സംഭാവനകളാണോ നൽകിയിട്ടുള്ളത്? അല്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തെ അരാഷ്ട്രീയമാക്കുന്നതിനാണ് ഇവരെല്ലാ നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ വ്യക്തിപരമായി ആരെങ്കിലും പ്രത്യേകമായിട്ട് ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ പൊതുവിൽ ഈ ഒരു വിമർശനം ശക്തമാണ്. സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇവർ ശ്രമിച്ചത്. തീർത്തും അനുചിതമായ രീതികളും ശീലങ്ങളുമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. നവമാധ്യമങ്ങളുടെ സൃഷ്ടിയായി നേതാവാകുക, നവമാധ്യമങ്ങളിൽ തന്നെ ജീവിക്കുക, അതാണ് ലോകം എന്ന് ധരിക്കുക, അതിലൂടെ അപ്രമാദിയാകാം എന്ന് ചിന്തിക്കുക, വൻ തുക മുടക്കി ഓൺലൈൻ പ്രൊമോഷനുകൾ, ഓൺലൈൻ ചാനലുകളെ വിലക്കെടുക്കുക, ഓൺലൈൻ പ്രൊമോഷനുകൾ നടത്തുക, പോകുന്നിടത്തെല്ലാം ഒരു ക്യാമറ ടീമുമായി പോവുക. നമ്മൾ കാണുന്ന കാര്യമായിരുന്നില്ല. റീലുകൾ, നല്ല സാങ്കേതിക തികവാർന്ന റീലുകൾ ചിത്രീകരിക്കുക, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പാരലൽ വേൾഡിൽ വൻ പണം മുടക്കി ഇത്തരത്തിലുള്ള സെൽഫ് പ്രൊമോഷൻ സംഘടിപ്പിച്ച് അങ്ങനെ നേതാവായിട്ട് നിൽക്കുക. ഇവരാരെങ്കിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, മതനിരപേക്ഷത നേരിടുന്ന ഭീഷണിയെക്കുറിച്ച്, വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് ഗൌരവമായിട്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ, വികസന പദ്ധതികൾ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഉയർത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? അതിന് പകരം നവമാധ്യമങ്ങളുടെ ചില ശൈലികളിൽ വിദ്വേഷത്തിന്റേതായ ഒരു തലം സൃഷ്ടിക്കുക, അതല്ലേ ഉണ്ടായിരുന്നു? ശത്രുതാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തലം ഉയർത്തിക്കൊണ്ടു. ഇപ്പൊ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേര് അവിടെയും പറയുന്നില്ല, എത്ര പേരുണ്ട്, അവരെല്ലാം രാഷ്ട്രീയമായി നമ്മൾ വിയോജിക്കുമ്പോഴും എതിർക്കുമ്പോഴും വിമർശനം ഉന്നയിക്കുമ്പോഴും എത്ര മര്യാദയുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും ഞാൻ മരിച്ചുപോയതിനെ കുറിച്ച് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മര്യാദ വേണ്ട, വിദ്വേഷത്തിന്റെ ഭാവമായിരിക്കണം, വ്യക്തിപരമായ അധിക്ഷേപവും പരിഹാസവും വെല്ലുവിളിയും ആക്രോശവും പരസ്പര ബഹുമാനമില്ലായ്മയുമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്ര എന്ന ഒരു കാഴ്ചപ്പാട് ആരും കൊണ്ടുവന്നതാണ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ്. അതാണ് വിമർശിക്കപ്പെടേണ്ടത്. ഇതിപ്പോ ഉയർന്നു വന്നൊരു കേസ്, ശരി, അത് ഇപ്പോ നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകും. അതെല്ലാം നാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് മാത്രമല്ല വന്നിട്ടുള്ളത്. ഇതല്ലേ നാട് ചർച്ച ചെയ്യേണ്ടത്? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ പ്രിയപ്പെട്ടവര്, മലപ്പുറം പ്രസ് ക്ലബിൽ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ലെങ്കിലും പണ്ട് കുഞ്ഞാമാക്കയുടെ ഒക്കെ കാലത്ത് തന്നെ ചെറിയ രൂപത്തിലാണെങ്കിലും പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ സംസ്ഥാനത്തായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് തമ്മിൽ കാണുന്നത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ സമീപ ചരിത്രത്തിലേക്ക് നോക്കിയാൽ കേരളത്തിലെ രാഷ്ട്രീയ ബലാബലത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, അപൂർവം സന്ദർഭങ്ങളിൽ ഒരിക്കലോ മറ്റോ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ വരാറുള്ളത്. അതിന്റെ ഒരു കാരണം പ്രാദേശിക വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആശ്രയിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെയാണെന്നൊരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതാണ് പ്രതിഫലിച്ചത്. എന്നാൽ അതത് സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയാവുകയും ചെയ്യും. ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെയാണ് പ്രധാനമായും ജനങ്ങളുടെ
പരിഗണനാ വിഷയങ്ങൾ. മുൻപ് തന്നെ പറയാറുള്ളൊരു കാര്യം, ഇന്ത്യക്ക് വഴികാട്ടുന്ന നാടാണ് കേരളം എന്നാണ്. അത് ശരിയുമാണ്. മിക്കവാറും എല്ലാ രംഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളമാണ് മികച്ചു നിൽക്കുന്നത്. അഭിമാനകരമായ നില കേരളത്തിനുണ്ട്. ഇപ്പോ ഒരു പടി കൂടി കടന്ന് ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറുന്നു എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വാർത്ത, 2025 ജനുവരി 1 മുതൽ ജൂൺ 30 വരെ ആദ്യത്തെ 6 മാസം കേരളം സന്ദർശിക്കാനായി ഇവിടേക്ക് വന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളുടെ എണ്ണം ഏകദേശം 1.25 കോടിയാണ് എന്നാണ്. അതൊരു സർവകാല റെക്കോർഡാണ്. എന്തുകൊണ്ടാണ് ലോകം കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്? കുറച്ചു മുൻപ് ടൈംസ് മാഗസിനും ആയുഷ്കാലത്തിനിടയിൽ കണിശമായും സന്ദർശിക്കേണ്ട ലോകത്തിലെ 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളമാണ് അടയാളപ്പെടുത്തിയത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയോ കാലാവസ്ഥയോ മാത്രമല്ല, ലോകരാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു വിസ്മയമാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കേരളം ഒരു വിസ്മയമായി നിൽക്കുകയാണ്. എല്ലാ സാമൂഹ്യ വികാസ സൂചികകളിലും ഇന്ത്യയിൽ ഒന്നാമതെത്തുന്നു മാത്രമല്ല, പലയിടത്തും ലോകോത്തരമായ നിലവാരം കേരളം കാത്തുസൂക്ഷിക്കുന്നു എന്നതും പ്രധാനമാണ്. ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, പ്രതീക്ഷിത ആയുസ് എന്നിങ്ങനെ ഏത് സൂചിക എടുത്ത് പരിശോധിച്ചാലും അമേരിക്കയോടൊപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി മത്സരിക്കുന്ന തരത്തിൽ സിംഗപ്പൂരിന്റെ സമീപം, അങ്ങനെയൊക്കെയാണ് കേരളത്തിന്റെ ഒരു നില. രാജ്യം പക്ഷെ പൊതുവെ വളരെ വ്യത്യസ്തമായ, ഇന്ത്യയുടെ പൊസിഷൻ ഇപ്പോഴും 102ആണ്. ആകെ 123 രാജ്യങ്ങളാണ് ആഗോള വിശപ്പ് സൂചികയിലുള്ളത്. അപ്പൊ പട്ടിണി മരണങ്ങൾ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു രാജ്യത്ത് അതിദാരിദ്ര്യമില്ലാതെ ആയതുൾപ്പെടെയുള്ള മികവാർന്ന നേട്ടങ്ങളുമായി കേരളം നിൽക്കുന്നത് എങ്ങനെ എന്ന് ലോകം സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത്തരമൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് സ്വീകരിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ വികസന പദ്ധതികളുടെയും സാമൂഹ്യക്ഷേമ നടപടികളുടെയും എല്ലാം ഭാഗമായി രൂപപ്പെട്ടതാണ്. ഇപ്പൊ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു, പുതിയ വിഭാഗങ്ങൾക്ക് പെൻഷൻ, വീട്ടമ്മമാർക്ക് ക്ഷേമ പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു പുതിയ ചുവടുവയ്പ് നടത്തി. മറ്റ് വൻകിട വികസന പദ്ധതികൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തപ്പെടുന്ന വൻകിട വികസന പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമാവുന്ന ക്ഷേമ പദ്ധതികളും, ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേരളം മുൻപോട്ട് പോകുന്നത്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല.